മോളെ എഴുന്നേക്ക്. ഡി നിന്നെ വിളിക്കുന്നു. എന്നെയല്ല നിന്നെയാ. നിന്നെയാ വിളിക്കുന്നേ. എഴുന്നേക്ക്. ഇല്ല നിന്നെയാ, നീ എഴുന്നേക്ക്. എഴുന്നേക്കേ അങ്ങോട്ട്. നിന്നെയാന്ന്. നീയാന്ന്. ഇല്ല നീയാ. മോളെ എഴുന്നേറ്റില്ലേ? കണ്ട നിന്നെയാ. നീ എഴുന്നേക്ക്. ഓ അങ്ങോട്ട് മാറങ്ങോട്ട്. എന്നെ ചവിട്ടുന്നു. ഒന്നുമില്ലല്ലോ, 5 വയസ്സ് മൂത്തല്ലേ. നീ അങ്ങനെ കിടക്കണ്ട. ആ അമ്മേ, ഈ പെമ്പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. എന്നാ ഒച്ചപ്പാടാടി? നിങ്ങൾ മരപ്പാടുകളാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ നാട്ടുകാരെ കൂടി അറിയിക്കണോ? നിന്നെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവദോഷം, അല്ലാതെ എന്നാ പറയാനാ. രണ്ടിന്റെയും ചായ കൂടി കഴിഞ്ഞില്ലേ? എളുപ്പം വന്ന് ഇച്ചിരി തേങ്ങ കണ്ടിത്തന്നേ. എനിക്ക് പറ്റൂല രാവിലെ തന്നെ കരയരപ്പ് കേൾക്കാൻ. എളുപ്പം വന്നോ, മിറ്റാന്ന് അടിച്ചേ. ഒരാള് വന്നോ. അയ്യോ അമ്മ, ഭയങ്കര ഒച്ചയാ, ഭയങ്കര കരകരപ്പാ. എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ വന്നാ മുട്ടക്കറിക്ക് സവാളയും കരിഞ്ഞു വെച്ച്. ഈ രാവിലെ തന്നെ കണ്ണിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ദിവസം പോയി. എന്നാ ഞാൻ തുണി മുക്കി വെച്ചിട്ടുണ്ട്, നീ അതെടുത്ത് അങ്ങടക്കി ഇട്ടേ. അയ്യോ അമ്മ, ഇന്നലെ രാത്രി ഒന്ന് നെയിൽ പോളിഷ് ഇട്ടതാ. പോവോ അത് പെട്ടെന്ന്? 2 പെണ്ണുങ്ങളെയും വെറുതെ വളർത്തുക. കടയിലെങ്കിലും പോയി വല്ല സാധനമെങ്കിലും മേടിച്ചോണ്ട് വരുവാണെങ്കിലോ. വേണ്ട വേണ്ട, 2 പെണ്ണുങ്ങളും ഇവിടെ ഇരുന്നോ. ഒരു പണി എടുക്കാതെ ഇവിടെ നിങ്ങൾ ഇരുന്നാൽ മതി. നിങ്ങളെ കടയിൽ വിട്ട് കഴിഞ്ഞാൽ കടയിലെ പറ്റുപോകും. അപ്പ സിപ്പപ്പ് മേടിച്ചിട്ട് പറഞ്ഞേ. കിൻഡർ ജോയ് അപ്പാ. സിപ്പപ്പ് മതി. അപ്പം കിൻഡർ ജോയെ മേടിക്കത്തുള്ളൂ. അപ്പം സിപ്പപ്പേ മേടിക്കത്തുള്ളൂ. പോടി. എനിക്കൂടെ. എന്നിട്ട് ബാക്കി തരണേ. അമ്മ ഈ ശനിയാഴ്ച ക്ലാസ്സിലമ്മേ ഞാൻ കൂട്ടുകാരോ ടൗണിൽ പോക്കോട്ടെ. എന്നാത്തിന് അങ്ങനെയൊക്കെ പോകുന്നേ? പെണ്ണുങ്ങളുണ്ടെന്നും പറയും, എന്നിട്ട് കൂടെ ആണുങ്ങളും ഉണ്ടാവും. ഉണ്ടായാലും ഇപ്പൊ എന്നാ, നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലേ കഴിയുന്നേ? എടിയെ, നിന്നെയൊക്കെ എനിക്കറിയാലോ. ഒന്നുമില്ലേലും നിന്നേക്കാൾ 5 എന്നൊക്കെ കഥയല്ലേ, മതി. എന്താണ് ഇതിന് പൊട്ട ഫോൺ? അയ്യോ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയുള്ള സ്റ്റെപ്പ് കളിക്കാം. ഞങ്ങള് റീൽസിന് പ്രാക്ടീസ് ചെയ്യായിരുന്നു വൈകുന്നേരം. നമുക്കിനി വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യാം അല്ലേ? വാ 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 വാ. അമ്മേ, കുഞ്ഞുങ്ങള് വന്നേക്കുന്നു. അയ്യോ, നീ എപ്പോ വന്നടാ? വന്ന വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ. എന്തുണ്ടോ വിശേഷം? എനിക്ക് പെട്ടെന്ന് ഒരാഴ്ച ഒരു ലീവ് കിട്ടി. ഒരാഴ്ച ഞാനിങ്ങ് പോകുന്നു. അടുത്ത ആഴ്ച തിരിച്ചു പോകും. എന്നാ പറ്റിയടാ? നിനക്കൊരു അസ്വസ്ഥത പോലെ. ഫ്ലൈറ്റ് ഇരുന്നിട്ടാന്ന് തോന്നുന്നു, പെടലി ഒന്നേ ഉളുക്കി. അയ്യോ എടി കുഞ്ഞിപ്പണ്ണേ, നിനക്കൊന്നും ക്ലാസ് ഇല്ലായിരുന്നു? ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ലീവ്, ഇനി സെക്കൻഡ് ഇയർ ഓർമ്മ പോയാൽ മതി. നിനക്കോ? എനിക്കും ഇന്നോ ഇല്ലായിരുന്നു. നിങ്ങൾ 2 പേരും നഴ്സിംഗ് അല്ലേ? അല്ല, ഇവളാ നഴ്സിംഗ്, ഞാൻ MSc മൾട്ടിമീഡിയ ചെയ്യുക. അതിന് നീ നഴ്സിംഗിന് പോകാൻ? അവക്ക് അതിനൊന്നും ഒരു താല്പര്യം ഇല്ലടാ. ഞങ്ങൾ ഒത്തിരി പറഞ്ഞതാ അവളോട്. കുടുംബം രക്ഷപ്പെടുന്നത് പണ്ട് അവർക്ക് ഇഷ്ടമല്ലല്ലോ. എടി ഞാനേ പെട്ടെന്ന് വന്നതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. കുഞ്ഞിപ്പണ്ണേ, ചോക്ലേറ്റ് പൊടിച്ച് നിനക്ക് പാറ്റിലൊക്കെ കുറച്ച് കമ്പുള്ളതല്ലേ, അങ്ങോട്ട് വെച്ചോ. ചോക്ലേറ്റ് എനിക്ക്, ഇയർബഡ്സ്. മൂത്തവക്ക് ഒരു ഐഫോൺ. ഇനിയിപ്പൊ അവിടെ നിലത്തെങ്ങും അല്ലായിരിക്കും. ഇത് അളിയനുള്ളതാ കേട്ടോ, പൊട്ടിക്കാതെ വെച്ചോളാം. എന്നാ വാടാ, കാപ്പി വല്ലതും കുടിക്കാം.
ഡി ഡി നീ ആ പൂച്ചേനെ കണ്ടായിരുന്നോ? നീ തന്നെയല്ലേ ഇറക്കി വിട്ട് നിന്റെ റൂമിൽ കയറുന്നു പറഞ്ഞ? അല്ല ഇപ്പൊ എന്തിനാ പൂച്ചേ? അല്ല, പൂച്ചയുടെ ഇതുണ്ടായിരുന്നെങ്കിലേ പോർട്രേറ്റിൽ ഫോട്ടോ എടുക്കായിരുന്നു. ഐഫോൺ അല്ലേ ഐഫോൺ. എന്റെ ക്ലാരിറ്റി ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടേ. ഷേ, റെഡ് മതിയായിരുന്നു. അതിന് നമുക്ക് റെഡ് പോളിഷ് ഇല്ലല്ലോ. അയ്യേ, നെയിൽ പോളിഷിന്റെ കാര്യല്ലേ, എന്റെ പച്ച ഐഫോണിന്റെ കാര്യം. റെഡ് ആയിരുന്നെങ്കിലേ ഐഫോൺ ഐഫോൺ. അങ്ങനെ ഉപയോഗിക്കണ്ട. കൊച്ചേ, സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോടി. എടി ചെന്നിട്ട് വിളിക്കുക കേട്ടോ. എടി നിനക്ക് സങ്കടമല്ലേ, ഒരു കാര്യം പറയട്ടെ. ഐഫോൺ എന്ന് പറഞ്ഞാണല്ലോ കിടിലും ക്ലാരിറ്റിയാ, മെമ്മറി ഉണ്ട്, 4K HD എല്ലാം ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയാ. ടച്ച് എന്നൊക്കെ പറഞ്ഞാൽ പറന്നു പോകും. കേക്ക്. ഏയ് ബൈ ബൈ. ഓടി അവിടുന്ന്. ആ എടി, വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കുഴപ്പമില്ലായിരുന്നു. ഐഫോൺ എന്നടി എന്നാ ചേച്ചി ഐഫോൺ. ഞാൻ ചേച്ചി ഒന്ന് വിളിക്കട്ടെ. ഹലോ ചേച്ചി ഐഫോൺ. ആ കണ്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി എനിക്ക് തരുമെന്ന്. ആ ഇപ്പോഴെങ്കിലും നിനക്ക് എന്റെ സ്നേഹം മനസ്സിലായല്ലോ. ആ ഇനി ഫോണെ കുത്തിക്കൊണ്ട് പഠിക്കാതിരിക്കല്ലേ കേട്ടോ. ഓക്കെ ചേച്ചി, ഞാൻ സിം ഇട്ടിട്ട് അതിൽ നിന്ന് വിളിക്കാവേ. ആ ആ ശരി എന്നാ. എന്താ എന്താ ഇങ്ങനെ? ചേച്ചി ഇതെന്നെ ചേച്ചി ഫോൺ ഓണായിട്ടൊരു പച്ച കളറ് ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക്. എടി ഞാനത് ഇന്നലെ വൈകിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയതാ. പിന്നെ തൊട്ട് ഇങ്ങനെയാ കാണുന്നേ. ചോദിച്ചപ്പോ ഒരു നന്നാക്കുന്ന ഒരു 10-25,000 രൂപയാവും. പിന്നെ നീ ഒരുപാട് ആഗ്രഹിച്ച പോണല്ലേ, നീ എടുത്തോ. ഒന്നുമില്ലേലും ഞാൻ നിന്റെ ചേച്ചിയല്ലേ.